കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സായ മറ്റൊരു ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫാസിസ്റ്റ് പാർട്ടി ഇറ്റലിയിലും അതേപോലെ തന്നെ ജർമ്മനിയിലെ നാസി പാർട്ടിയുടെയും ഫോർമേഷനാണ്. ഓർമ്മ ഉണ്ടായിരുന്നല്ലോ. യെസ്. ഇനി പുതുതായിട്ട് നമ്മൾ പറയുന്നത് നാസി പാർട്ടി ജർമ്മനിയിൽ അധികാരത്തിൽ വരാനിടയായ സർക്കംസ്റ്റാൻസസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്. ഓക്കെ, ദെൻ ലിസൺ. ഹിറ്റ്ലറുടെ റൂളിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കുക, എങ്ങനെയാണ് ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ റൂളിംഗ് സ്ട്രാറ്റജീസ് നോക്കാം. നമ്മൾ സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ഡെമോക്രാറ്റ്സ് വേർ എക്സിക്യൂട്ടഡ്. അതായത് ഇവരൊക്കെ തന്നെ നാസി പാർട്ടിയുടെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫാസിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ തന്നെ എനിമീസാണ്. ആരൊക്കെ? ഈ സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ, പിന്നെയോ ജ്യൂസ് അവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? ജ്യൂസ് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പ്യൂരിറ്റി ഓഫ് റൈസ് അല്ലേ? അതായത് വംശമഹിമ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഏതാണോ അവരുടെ റേസ്, ആ റേസിനെ ഉയർത്തിപ്പിടിച്ച് കാണിക്കുക എന്നത്, ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളത് ഓരോ റൂളേഴ്സിൻ്റെയും പ്രത്യേകതയാണ്. അപ്പോൾ അത് ഫാസിസ്റ്റ് പാർട്ടി, ഇവിടെ നാസി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അഡോൾഫ് ഹിറ്റ്ലർ, അദ്ദേഹത്തെ എങ്ങനെയാണ് അധികാരത്തിൽ വരാൻ സിറ്റുവേഷൻ നമ്മൾ പറയാം. അപ്പോൾ ഹിസ് ഒറാറ്ററി സ്കിൽസ്, അതായത് തൻ്റെ പ്രസംഗ പാഠവും കൊണ്ട് ഒറാറ്ററി സ്കിൽസ് ആൻഡ് ഓർഗനൈസേഷൻ എബിലിറ്റി, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് മെയിനായിട്ട് അദ്ദേഹം ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അയാൾ പോപ്പുലർ സപ്പോർട്ട് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ ഒന്ന് ഒറാറ്ററി സ്കില്ലാണ്, മറ്റൊന്ന് ഓർഗനൈസിങ് എബിലിറ്റിയാണ്. എഴുതുണ്ടല്ലോ, ഒറാറ്ററി സ്കിൽ ആൻഡ് ഓർഗനൈസിങ് എബിലിറ്റിയാണ് പോപ്പുലർ സപ്പോർട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലറെ സപ്പോർട്ട് ചെയ്ത രണ്ട് ഫാക്ടേഴ്സ്. ഓക്കെ, ദെൻ സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജ്യൂസ് ആൻഡ് ഡെമോക്രാറ്റ്സ് വേർ എക്സിക്യൂട്ടഡ്. ആരുടെ ഭരണത്തിൽ? ഹിറ്റ്ലറുടെ ഭരണത്തിൽ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജനാധിപത്യവാദികളെയും കൊന്നൊടുക്കിയ ആര്? അഡോൾഫ് ഹിറ്റ്ലർ. ദെൻ ജ്യൂസ് വേർ മസാക്രേഡ്. കാര്യം ഈ ഹിറ്റ്ലർ എന്ന് പറയുന്നത് ആര്യൻസ് റേസിൽപ്പെട്ട ആളാണ്. ശ്രദ്ധിക്കണേ, ആര്യ വംശത്തിൽപ്പെട്ട ആളാണ്. ആര്യൻ എന്ന് പറയുന്ന ആര്യൻസിൽപ്പെട്ട ആളാണ് ആര്? അഡോൾഫ് ഹിറ്റ്ലർ. സോ അവരുടെ നേരെതിരാണ് ജൂതന്മാർ, ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജ്യൂസ് വേർ മസാക്രേഡ്, ജൂതന്മാരെ മസാക്രി ചെയ്തു. എങ്ങനെ? ഇൻ സ്പെഷ്യലി ബിൽറ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പ് നെയ്മഡ് ഹോളോകാസ്റ്റ്. ഹോളോകാസ്റ്റ് എന്ന് പേരായ സ്പെഷ്യലി ബിൽറ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചിട്ട് ഈ ജ്യൂസിനെ മസാക്രി ചെയ്തു. ശ്രദ്ധിക്കണേ, ജ്യൂസ് വേർ മസാക്രേഡ് a specially built concentration camp named Holocaust. Okay, what is Holocaust എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാലോ. ദെൻ നെക്സ്റ്റ് നോക്കാം നമ്മൾ, എ മിലിറ്ററി ഫോഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ട് മിലിറ്ററി ഫോഴ്സ് ഫോംഡ് ബൈ ബെനിറ്റോ മുസോളിനി നെയ്മഡ് എന്താണ്? ബ്ലാക്ക് ഷർട്ട്. ഇവിടെ എന്താണ്? ബ്രൗൺ ഷർട്ടാണ്. തമ്മിൽ മാറിപ്പോവരുത്. എ മിലിറ്ററി ഫോഴ്സ്, ബ്ലാക്ക് ഷർട്ട് ആൻഡ് അതുകൂടാതെ എ സീക്രട്ട് പോലീസ് ട്രൂപ്പ്, ഒരു രഹസ്യ പോലീസ് ട്രൂപ്പ് ഉണ്ടാക്കി. നെയ്മഡ് ഗസ്റ്റപ്പോ. എന്താ പേരെൻ്റെത്? ഗസ്റ്റപ്പോ എന്ന് പേരായിട്ടുള്ള സീക്രട്ട് പോലീസ് ട്രൂപ്പും ബ്രൗൺ ഷർട്ട്സ് എന്ന പേരായിട്ടുള്ള ഒരു മിലിറ്ററി ഫോഴ്സും ഫോം ചെയ്യപ്പെട്ടു. ആരാല്? ബൈ ഹിറ്റ്ലർ. ഓക്കെ, ഒന്നുകൂടി പറയാം. എ മിലിറ്ററി ഫോഴ്സ്, ബ്രൗൺ ഷർട്ട്സ് ആൻഡ് എ സീക്രട്ട് പോലീസ് ട്രൂപ്പ് നെയ്മഡ് ഗസ്റ്റപ്പോ വേർ ഇൻ ചാർജ് ഓഫ് മസാക്രിങ് ദ ജ്യൂസ്. ജ്യൂസിനെ മസാക്ർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. ദെൻ നെക്സ്റ്റ് നോക്കാം നമ്മൾ, ഹിറ്റ്ലർ പ്രൊജക്റ്റഡ് ദ പ്യൂരിറ്റി ഓഫ് ദ ആര്യൻ റേസ്. അതായത് ആര്യന്മാരാണ് ലോകത്തിലെ ഏറ്റവും നല്ല വിശുദ്ധിയുള്ള ആളുകൾ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആൻഡ് ഹി ആർഗ്യൂഡ് ദാറ്റ് ആര്യൻസ് ഷുഡ് റൂൾ ദ വേൾഡ്. അപ്പോൾ ആര്യന്മാരാണ് പ്യൂരിറ്റി ഉള്ള റേസ്. സോ അവർക്കാണ് ലോകം ഭരിക്കാനുള്ള എബിലിറ്റി, അല്ലെങ്കിൽ ഭരിക്കാനുള്ള എന്താണ് അർഹത എന്ന് ആര് പറഞ്ഞു? അഡോൾഫ് ഹിറ്റ്ലർ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹിറ്റ്ലർ പ്രൊജക്റ്റഡ് ദാറ്റ്
ദ പ്യൂരിറ്റി ഓഫ് ദ ആര്യൻ റൈസ്, ആര്യൻ റൈസിനെ ഇങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടുവരുന്നു. ആൻഡ് ഹി ആർഗ്യൂഡ് ദാറ്റ് ആര്യൻസ് ഷുഡ് റൂൾ ദ വേൾഡ്, ആര്യന്മാരാണ് ലോകം ഭരിക്കാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ നെക്സ്റ്റ് നോക്കുക നമ്മൾ, മിലിറ്ററി സർവീസ് വാസ് മെയ്ഡ് കമ്പൽസറി, അതായത് സൈനിക സേവനം രാജ്യത്ത് നിർബന്ധമാക്കിയാര്? അഡോൾഫ് ഹിറ്റ്ലർ. ദെൻ വേറൊരു കാര്യം, ഓൾ അതർ പാർട്ടീസ് എക്സെപ്റ്റ് നാസി പാർട്ടി വേർ ബാൻഡ്, രാജ്യത്തെ നാസി പാർട്ടി ഒഴികെയുള്ള എല്ലാ പാർട്ടികളെയും ആര് ബാൻ ചെയ്തു? അഡോൾഫ് ഹിറ്റ്ലർ ബാൻ ചെയ്തു. നോക്കൂ നിങ്ങളെ, ഒരു ഓട്ടോക്രാറ്റിക് റൂളാണ് അല്ലേ, സ്വേച്ഛാധിപത്യമായ ഭരണമാണ്. എന്തൊരു ക്രൂരതയാണെന്ന് നിങ്ങൾ നോക്കൂ, ക്രൂവൽറ്റിയാണ്, എന്തൊരു മെൻറ്റാലിറ്റിയാണ് നോക്കൂ ആരുടേത്? അഡോൾഫ് ഹിറ്റ്ലറുടെ. അപ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂവലായിട്ടുള്ള ഭരണാധികാരി റൂളർ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ മൈൻഡിലേക്ക് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച മുസോളിനിയേക്കാൾ കൂടുതൽ വരിക ആരുടെ പേരാണ്? അഡോൾഫ് ഹിറ്റ്ലറുടെ പേരാണ്. ഹിറ്റ്ലർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് അത് വരും. ഒന്നും കൂടെ പറയാം, സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജൂസ് ആൻഡ് ഡെമോക്രാറ്റ്സ് വേർ എക്സിക്യൂട്ടഡ്, ഇവരെയൊക്കെ വധിച്ചു. ജൂസ് വേർ മസാക്രഡ് ഇൻ എ സ്പെഷ്യലി ബിൽറ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പ് നെയ്മഡ് ഹോളോകാസ്റ്റ്. ഹോളോകാസ്റ്റ് എന്ന പേരായിട്ടുള്ള കോൺസെൻട്രേഷൻ സ്പെഷ്യലി ബിൽറ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചിട്ട് ജൂസിനെ മസാക്ര ചെയ്തു. ദെൻ അതുകൂടാതെ മിലിറ്ററി ഫോഴ്സ്, ബൗൺഷേഴ്സ് ആൻഡ് സീക്രട്ട് പോലീസ് ട്രൂപ്പ്, ഗെസ്റ്റപ്പോ വേർ ഇൻ എ ചാർജ് ഓഫ് മസാക്രിങ് ദ ജ്യൂസ്. ജ്യൂസിനെ മസാക്ര ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗൺ ഷേർട്സ് എന്ന പേരായ മിലിറ്ററി ഫോഴ്സിന് രൂപം കൊടുത്തു. ദെൻ ഗെസ്റ്റപ്പോ എന്ന പേരായിട്ടുള്ള പോലീസ് ട്രൂപ്പ്, സീക്രട്ട് പോലീസ് ട്രൂപ്പിനും രൂപം കൊടുത്തു. ദെൻ ഹിറ്റ്ലർ പ്രൊജക്റ്റഡ് ദാറ്റ് ദ പ്യൂരിറ്റി ഓഫ് ദ ആര്യൻ റേസ് ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് ആര്യൻ ഷുഡ് റൂൾ ദ വേൾഡ്, ആര്യന്മാരാണ് ലോകം ഭരിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകൾ എന്ന് അദ്ദേഹം വാദിച്ചു. അതിൻ്റെ ആര്യൻസിന്റെ പ്യൂരിറ്റിയെ കുറിച്ച് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. ഓൾ അതർ പാർട്ടീസ് ബാൻഡ് എക്സെപ്റ്റ് നാസി പാർട്ടി, നാസി പാർട്ടി ഒഴികെയുള്ള മറ്റ് പാർട്ടികളെ ബാൻ ചെയ്തു. മിലിറ്ററി സർവീസ് വാസ് മെയ്ഡ് കമ്പൽസറി, മിലിറ്ററി സർവീസ് വാസ് മെയ്ഡ് കമ്പൽസറി, മിലിറ്ററി രാജ്യത്തെ മിലിറ്ററി സേവനം നിർബന്ധമാക്കി. ശ്രദ്ധിക്കണേ. ദെൻ നെക്സ്റ്റ് നോക്കുക നമ്മൾ, ഹിറ്റ്ലറുടെ മറ്റു കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ റിവഞ്ച് എന്താണ്? ജർമ്മൻസ് എഗെയിൻസ്റ്റ് ദ ടേംസ് ഓഫ് ദ ട്രീറ്റി ഓഫ് വേഴ്സായ്, വേഴ്സായ് സന്ധി പ്രകാരം അതിനേറ്റ അപമാനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ആരെ? അഡോൾഫ് ഹിറ്റ്ലർ. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ശ്രദ്ധിക്കണം. ദെൻ നെക്സ്റ്റ്, ഹി യൂസ്ഡ് ന്യൂസ് പേപ്പർ, ആർട്സ്, ലിറ്ററേച്ചർ, റേഡിയോ, സിനിമ ആൻഡ് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഫോർ പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയോളജി ഓഫ് നാസിസം. നാസിസത്തിന്റെ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്തു. ഏതിലൂടെ തന്നെ പ്രചരിപ്പിച്ചു. ന്യൂസ് പേപ്പർ, ആർട്സ്, ലിറ്ററേച്ചർ, എഡ്യൂക്കേഷൻ സിസ്റ്റം ഹി യൂസ്ഡ്. മനസ്സിലായോ? ഹി യൂസ്ഡ് ഫോർ പ്രൊപ്പഗേറ്റിംഗ് നാസിസ്റ്റ് ഐഡിയാസ് ത്രൂ ന്യൂസ് പേപ്പർ, റേഡിയോ, എഡ്യൂക്കേഷണൽ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഈ മീഡിയാസിനെയൊക്കെ തന്നെ ഉപയോഗിച്ചു. അപ്പോൾ അത് നമ്മൾ നേരത്തെ മുസോളിനിയുടെ പഠിച്ചതുപോലെ തന്നെ ഹിറ്റ്ലർ അഡോപ്റ്റഡ് അഗ്രസീവ് നാഷൻ പോളിസി, അതായത് തീവ്ര ദേശീയതയാണ് ആരും പ്രകടിപ്പിച്ചിരുന്നത്? ഹിറ്റ്ലർ. ആക്രമണോത്സുകമായ മറ്റ് രാഷ്ട്രങ്ങളെ, മറ്റ് കൺട്രീസിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ആരും കാണിച്ചത്? അഡോൾഫ് ഹിറ്റ്ലറും കാണിച്ചത്. ഹിറ്റ്ലർ അഡോപ്റ്റഡ് ആൻ അഗ്രസീവ് ഫോറിൻ പോളിസി. ഹി അറ്റാക്ക്ഡ് ഓസ്ട്രിയ ആൻഡ് ചെക്കോസ്ലോവാക്യ. ശ്രദ്ധിക്കണേ, ഇത് വായിച്ചിട്ടോ, നമുക്കറിയാലോ. He adopted aggressive nation policy. He adopted aggressive nation policy and aggressive foreign policy. ശ്രദ്ധിക്കണേ, aggressive foreign policy. He adopted a aggressive foreign policy. Aggressive foreign policy adopted by Hitler. ശ്രദ്ധിക്കണേ,
അപ്പോൾ ഹി അറ്റാക്ക്ഡ് ഓസ്ട്രിയ ആൻഡ് ഓസ്ട്രേലിയ അല്ലേ, ഓസ്ട്രിയ ആൻഡ് ചെക്കോസ്ലോവാക്യ. ശ്രദ്ധിക്കണേ, ഇതിൻ്റെ സ്പെല്ലിംഗ് എഴുതുമ്പോൾ തെറ്റിപ്പോരുത്. ചെക്കോസ്ലോവേ BIKA. ശ്രദ്ധിക്കണേ, ഹി അറ്റാക്ക്ഡ് ഓസ്ട്രിയ ചെക്കോസ്ലോവാക്യ. എന്തുകൊണ്ടത്? ഹി അഡോപ്റ്റഡ് അഗ്രസീവ് ഫോറിൻ പോളിസി, തീവ്രദേശീയ ആക്രമണോത്സുകമായ ദേശീയത. ഹി അറ്റാക്ക്ഡ് ഓസ്ട്രിയ ചെക്കോസ്ലോവാക്യ. അപ്പോൾ ശ്രദ്ധിക്കണേ, അങ്ങനെ മറ്റു രാജ്യങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുമോ? ഇല്ല. അപ്പോൾ ഈ ജർമ്മനി ആൻഡ് അതർ നേഷൻസ്, ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ ഫോംഡ് എ അലയൻസ്. ഇറ്റലിയും ജപ്പാനും അതേപോലെ തന്നെ ജർമ്മനിയും ചേർന്ന് ഒരു അലയൻസ് ഫോം ചെയ്തു. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ നോക്കി നിൽക്കുക? ഇല്ല. അതിനെതിരെ അവരും എന്ത് ചെയ്തു? മറ്റൊരു അലയൻസ് ഫോം ചെയ്തു. ദാറ്റ് ലെഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് ദ അനദർ വാർ. അത് മറ്റൊരു വാറിലേക്ക് നയിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? ഹിറ്റ്ലർ അറ്റാക്ക്ഡ് ഓസ്ട്രിയ ആൻഡ് ചെക്കോസ്ലോവാക്യ ആൻഡ് ഹി ഫോംഡ് എ അലയൻസ് വിത്ത് ഇറ്റലി, ജപ്പാൻ ആൻഡ് ജർമ്മനി. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ചേർന്ന് ഒരു അലയൻസ് ഫോം ചെയ്തു. സോ ഇറ്റ് വാസ് ഒപ്പോസ്ഡ് ബൈ അതർ കൺട്രീസ് അതിനെ എതിർത്തു. അവരും മറ്റൊരു അലയൻസ് ഉണ്ടാക്കി. അൾട്ടിമേറ്റ്ലി ഇറ്റ് ലെഡ് ടു എ ഔട്ട്ബ്രേക്ക് ഓഫ് ദ അനദർ വാർ. മറ്റൊരു വാറിലേക്ക് അത് നയിച്ചു. ഓക്കെ, അതാണ് ഹിറ്റ്ലറുടെ ആ ഒരു റൂളിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഹോളോകാസ്റ്റ്, പിന്നെയോ ബ്രൗൺ ഷർട്ട്, പിന്നെ എന്തായിരുന്നു? ഗസ്റ്റപ്പോ, എ സീക്രട്ട് പോലീസ് ട്രൂപ്പ്. ദെൻ പിന്നെ എന്താണുള്ളത്? അദ്ദേഹത്തിൻ്റെ അഗ്രസീവ് നാഷൻ പോളിസി. ഹി അറ്റാക്ക്ഡ് ചെക്കോസ്ലോവാക്യ ആൻഡ് ഓസ്ട്രിയ. അദ്ദേഹത്തിൻ്റെ പോളിസി എന്താണ്? അഗ്രസീവ് ഫോറിൻ. ഹി അഡോപ്റ്റഡ് അഗ്രസീവ് നാഷൻ പോളിസി, അഗ്രസീവ് ഫോറിൻ പോളിസി. മനസ്സിലായോ? ഹി പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയോളജി ഓഫ് നാസിസ്റ്റ് പാർട്ടി ത്രൂ ന്യൂസ് പേപ്പർ, ആർട്സ്, ലിറ്ററേച്ചർ, എഡ്യൂക്കേഷൻ സിസ്റ്റം എക്സെട്ര. ഓക്കെ, ഹ്യൂസ്ഡ്. ദെൻ നെക്സ്റ്റ് നോക്കാം. നമ്മൾ ഐഡിയോളജി, ഫാസിസം, നാസിസം. അവിടെ ഒരു വർക്ക് ഉണ്ട്, അത് ചെയ്യണം നിങ്ങൾ. ഓരോന്നിൻ്റെയും ഓരോ ഐഡിയോളജിയുടെയും, ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും ഐഡിയോളജിയിൽ ഏറെക്കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. അതെന്ത് ചെയ്യണം? സെവറൽ സിമിലാരിറ്റീസ് വി ക്യാൻ സി. അപ്പോൾ അതെന്ത് ചെയ്യണം? ആ സിമിലാരിറ്റീസ് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റിൻ്റെയും സോഷ്യലിസ്റ്റിൻ്റെയും ഒക്കെ തന്നെ എക്സിക്യൂട്ട് ചെയ്തൊക്കെ തന്നെ ഇതിൽ രണ്ടിലും വരുന്ന കോമൺ ആയിട്ട് വരുന്ന ആൻസേഴ്സ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കോളത്തിൽ തന്നെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ചെയ്യണം കേട്ടോ. അതൊരു ആക്ടിവിറ്റിയാണ്, അത് ചെയ്യണം. ഇനി നമുക്ക് പറയാനുള്ളത് ദ സെക്കൻഡ് വേൾഡ് വാർ ആണ്. വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് സെക്കൻഡ് വേൾഡ് വാർ? അതിന് നമ്മൾ കാരണങ്ങൾ പറഞ്ഞല്ലോ. ഈ രണ്ട് ടീംസും, ഇറ്റലിയും അതേപോലെ തന്നെ ജർമ്മനിയും, അതായത് ബെനിറ്റോ മുസോളിനിയും അഗ്രസീവ് ഫോറിൻ പോളിസിയാണ് യൂസ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ അഡോൾഫ് ഹിറ്റ്ലറും അഗ്രസീവ് ഫോറിൻ പോളിസിയാണ്. ആ അഗ്രസീവ് ഫോറിൻ പോളിസിയാണ് ദാറ്റ് ലെഡ് ടു അനദർ വാർ, അല്ലേ, മറ്റൊരു വാറിലേക്ക് നയിക്കുന്നത്. ഇനി നോക്കാം നമ്മൾ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാർ എന്താണ്? സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഇതിൻ്റെ മെയിൻ റീസൺസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു 20 years കഴിഞ്ഞിട്ടാണ് ശരിക്കും ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഒരു 20 years കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാവുന്നത്. ശ്രദ്ധിക്കണേ, സെക്കൻഡ് വേൾഡ് വാർ 1939 to 1945. വേൾഡ് വാർ ടൈമാണ് സെക്കൻഡ് വേൾഡ് വാർ 1939 to 1945. നോക്കാം നമ്മൾ
അപ്പോൾ നമ്മൾ ട്രീറ്റി ഓഫ് പാരീസ് പഠിച്ചിട്ടുണ്ടല്ലോ. ട്രീറ്റി ഓഫ് വേഴ്സൈ എന്താ ഉണ്ടായത്? ഈ 1990 ഓർമ്മയുണ്ടായിരുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വിക്ടോറിയസ് നേഷൻസ് ഷെയർഡ് ദ കോളനീസ് ഓഫ് ദ ഡിഫീറ്റഡ് നേഷൻസ് ലൈക്ക് ജർമ്മനി അല്ലേ. ജർമ്മനി പോലെ ഡിഫീറ്റഡ് നേഷൻസിൻ്റെ അവരുടെ അതൊക്കെ തന്നെ നമ്മൾ പഠിച്ചതാണ്. എന്ത് ചെയ്തത്? അത് പങ്കിട്ടെടുത്തതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ജർമ്മനി അതുകൊണ്ട് തന്നെ ജർമ്മനിക്കോ ഇറ്റലിക്കോ ജർമ്മനി നോർ ഇറ്റലി ഹാഡ് എനി കോളനീസ് ഓഫ് ഓർ മാർക്കറ്റ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ എവിടെയും ഒരു കോളനിയോ മാർക്കറ്റോ ഇറ്റലിക്കോ ജർമ്മനിക്കോ ഉണ്ടായിരുന്നില്ല. വൈ എന്താണ്? വിന്നിങ് അലയൻസിൽ പെട്ടിട്ടുള്ള കൺട്രീസ് ഈ ഡിഫീറ്റഡ് നേഷൻസിൻ്റെ എന്താണ് നമ്മൾ നേരത്തെ ആ കോളനീസൊക്കെ തന്നെ പാർട്ടീഷൻ ചെയ്തെടുത്തത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഇവർക്ക് ഇറ്റലിക്കോ ജർമ്മനിക്കോ എന്തുണ്ടായിരുന്നില്ല? കോളനികൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ പഠിച്ചതല്ലേ. നൈദർ ജർമ്മനി നോർ ഇറ്റലി ഹാഡ് എനി കോളനി ഇൻ മാർക്കറ്റ്, ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ദേ പ്ലാൻഡ് ടു അറ്റാക്ക് കോൺകർ അതർ നാഷൻസ് ഫോർ അറ്റൈനിങ് ദെയർ എക്കണോമിക് പവർ. അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? യുദ്ധത്തിന് വേണ്ടിയിട്ട് മറ്റൊരു രാഷ്ട്രങ്ങളെ കോൺകർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ദേ ഡിസൈഡഡ് ടു കോൺകർ അതർ കൺട്രീസ് ഫോർ എക്കണോമിക് അവരുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഹി പ്ലാൻ ടു കോൺകർ ദ കോളനീസ് ആൻഡ് അറ്റാക്ക് വീക്ക് നേഷൻസ്. വീക്കായിട്ടുള്ള നേഷൻസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവരുടെ പോളിസി ഓഫ് അഗ്രഷനാണല്ലോ അവർ സ്വീകരിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കി 2 തരത്തിലുള്ള അലയൻസുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അലയൻസ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ഓർമ്മ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അലയൻസുകൾ നോക്കാം. ഇവിടെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണ്? സെക്കൻഡ് വേൾഡ് വാറിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇറ്റലിക്കോ അതേപോലെ തന്നെ ജർമ്മനിക്കോ എന്തുണ്ടായിരുന്നില്ല? കോളനി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നൈദർ ജർമ്മനി നോർ ഇറ്റലി ഹാഡ് എനി കോളനി ഓർ മാർക്കറ്റ്. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇറ്റലി ജർമ്മനി പ്ലാൻ ടു കോൺകർ അതർ കൺട്രീസ്. അപ്പോൾ അത് വീക്ക് നാഷൻസിനെയാണ് അവരെന്ത് ചെയ്ത് എടുത്തത്. അപ്പോൾ അലയൻസുകൾ നോക്കാം. നമ്മൾ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഉണ്ടാക്കിയ അലയൻസുകൾ ആക്സിസ് പവേഴ്സ് ജർമ്മനിയോ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ചേർന്ന ആക്സിസ് പവേഴ്സ്. ദെൻ നെക്സ്റ്റ് അലൈഡ് പവേഴ്സ്. അലൈഡ് പവേഴ്സിൽ ഏതൊക്കെയാണ് വരാൻ നോക്കാം. നമ്മൾ അലൈഡ് പവേഴ്സിൽ മെയിനായിട്ട് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയും ചേർന്നിട്ടുള്ള അലൈഡ് പവേഴ്സ്. ഈ 2 തരത്തിലുള്ള പവേഴ്സാണ്. അപ്പോൾ വേൾഡ് ലെവലിലുള്ള എല്ലാ നേഷൻസും ഒന്നുകിൽ ഈ എന്താണ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആക്സിസ് പവേഴ്സ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ആൻഡ് അലൈഡ് പവേഴ്സ് ഇംഗ്ലണ്ട്, ഫ്രാൻസ് ആൻഡ് ചൈന. അപ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ യുദ്ധത്തിൻ്റെ ഒരു സ്ഥിതി എന്താണെന്ന് നോക്കാം നമ്മൾ. അപ്പോൾ ലേറ്റർ അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ ഓൾസോ ജോയിൻഡ് ദ ആൻറ്റി ഫാസിസ്റ്റ് അലയൻസ്. ഈ 2 അലയൻസ് കൂടാതെ ആൻറ്റി ഫാസിസ്റ്റ് അലയൻസിൽ വരുന്നതാണ് USSRഉം അതേപോലെ തന്നെ USA-യും. അമേരിക്കയും സോവിയറ്റ് യൂണിയനും പിന്നീട് ആൻറ്റി ഫോസിസ്റ്റിൽ വരുന്നതാണ് അവർ കേട്ടോ. നോക്കുമ്പോൾ അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ ആൻറ്റി ഫാസിസ്റ്റ് അലയൻസ്. അപ്പോൾ ഈ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ആക്സിസ് പവേഴ്സിലും അതേപോലെ തന്നെ അലൈഡ് പവേഴ്സിൻ്റെയും അവരുടെ ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു അവർ സ്വീകരിച്ചിരിക്കുന്ന സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കണേ, ശ്രദ്ധിക്കണേ. സെക്കൻഡ് വേൾഡ് വാർ ടൈം 1939 to 1945 ആണ്. ഇതിൽ മെയിനായിട്ട് പങ്കെടുത്തിട്ടുള്ള 2 പവേഴ്സ് ആക്സിസ് പവേഴ്സ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ.
അലൈഡ് പവേഴ്സ് ഇംഗ്ലണ്ട്, ഫ്രാൻസ് ആൻഡ് ചൈന. കൂടാതെ ആന്റി ഫാസിസ്റ്റ് അലയൻസ് ആയിട്ടുള്ള USSRും USA യും അമേരിക്കയും സോവിയറ്റ് യൂണിയനും. ഓക്കെ, ഇവരാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. മറ്റ് നാഷൻസ് അല്ലെങ്കിൽ മറ്റ് കൺട്രീസ് ഒന്നുകിൽ ഡയറക്റ്റ് ഈ അലൈഡ് പവേഴ്സിനൊപ്പം ചേർന്നു, അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സിസ് പവേഴ്സിനൊപ്പം ചേർന്നു, അതല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും നാഷൻസിനെ സപ്പോർട്ട് ചെയ്തു, അതുപോലെ ഇതിലുള്ള നാഷൻസിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ വേൾഡ് ലെവലിലുള്ള എല്ലാ നാഷൻസും അല്ലെ എല്ലാ ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് പാർട്ടിസിപ്പേറ്റഡ് സെക്കൻഡ് വേൾഡ് വാർ. അതുകൊണ്ടാണ് വേൾഡ് വാർ എന്ന് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് പാർട്ടിസിപ്പേറ്റഡ് സെക്കൻഡ് വേൾഡ് വാർ. അതുകൊണ്ടാണ് വേൾഡ് വാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ അവരുടെ ആ ഒരു വാറിൻ്റെ ഗതി എന്ന് നോക്കാം നമ്മൾ. അപ്പോൾ ഇനി അടുത്തത് പറയുന്നത് ആ വാർ എങ്ങനെയാണ് നടക്കുന്നത്, അവിടെ പോളിസി ഓഫ് അപ്പീസ്മെൻ്റ് ഒക്കെയാണ് ഇനി പറയാനുള്ളത്. ശ്രദ്ധിക്കണേ, വാട്ട് ഈസ് പോളിസി ഓഫ് അപ്പീസ്മെൻ്റ്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. യെസ്, ലിസൺ. പോളിസി ഓഫ് അപ്പീസ്മെൻ്റ്, പ്രീണന നയം. വാട്ട് ഈസ് പോളിസി ഓഫ് അപ്പീസ്മെൻ്റ്? ഞാൻ നേരത്തെ പറഞ്ഞു, അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചേർന്നിട്ട് എന്ത് ഫോം ചെയ്തു, നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സോവിയറ്റ് യൂണിയൻ ആൻഡ് അമേരിക്ക ഓൾസോ ജോയിൻഡ് ആൻറ്റി ഫാസിസ്റ്റ് അലയൻസ്, ആൻറ്റി ഫാസിസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് വേൾഡ് വാറിന് ഉണ്ടാവാനുള്ള കാരണം, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം നമ്മൾ ലീഗ് ഓഫ് നേഷൻസിന് രൂപം കൊടുത്തിട്ടുണ്ടല്ലോ. വേൾഡ് പീസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫോർ വേൾഡ് പീസ് ദ ലീഗ് ഓഫ് നേഷൻസ് വാസ് ഫോംഡ് അല്ലേ. ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്തത് ഓൾറെഡി നമുക്കറിയാം. But here the League of Nations failed to the stall of the attacks of the Axis powers. Axis powers-ന്റെ അറ്റാക്സിനെ തടയുന്നതിൽ ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽ ആയതാണ് സെക്കൻഡ് വേൾഡ് വാറിനുള്ള മറ്റൊരു റീസൺ. ശ്രദ്ധിക്കണേ, the League of Nations failed to stall the attacks of the Axis powers. ആക്സിസ് പവേഴ്സിൻ്റെ അറ്റാക്സിനെ എന്താണ് ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഗ് ഓഫ് നേഷൻസിന് കഴിഞ്ഞില്ല. സോ ശ്രദ്ധിക്കണേ, വാട്ട് ഈസ് പോളിസി ഓഫ് അപ്പീസ്മെൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. വെൻ ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ അറ്റാക്ക്ഡ് അതർ നാഷൻസ്, അതായത് ജർമ്മനി, ഇറ്റലിയും ജപ്പാനും കൂടെ മറ്റ് രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്തപ്പോൾ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആയിട്ടുള്ള ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഡിഡ് നോട്ട് പ്രിവെൻറ്റ് ദ അറ്റാക്സ്. അവരെന്ത് ചെയ്തില്ല, ഈ ജർമ്മനിയുടെയോ ഇറ്റലിയുടെയോ ജപ്പാൻ്റെയോ അറ്റാക്സിനെ അവരെന്ത് ചെയ്തില്ല, പ്രിവെൻറ്റ് ചെയ്തില്ല. അപ്പോൾ അവർ അലൈഡ് പവേഴ്സിൽ വരുന്ന ആളുകളാണ്. ബട്ട് ദേ ഡിഡ് നോട്ട് പ്രിവെൻറ്റ് ദ അറ്റാക്സ് ഓഫ് ഇറ്റലി, ജപ്പാൻ ആൻഡ് ജർമ്മനി. ബട്ട് അതിന് പകരം അവരെന്താ ചെയ്തത്, ദേ കൺസിഡേർഡ് ആസ് their USSR being a സോഷ്യലിസ്റ്റ് കൺട്രി. അവരതിന് പകരം സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള, അപ്പോൾ ശരിക്കും പറയുന്നത് ക്യാപിറ്റലിസത്തിന് നേരെതിരാണ് എന്ത് പറയുന്നത്, സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള ബ്രിട്ടനും ഫ്രാൻസും ശരിക്കും ഏതിനെയാണ് ചീഫ് എനിമി ആയിട്ട് കണ്ടത്, ചീഫ് എനിമി ആയിട്ട് കണ്ടത് USSRനെ ചീഫ് എനിമി ആയിട്ട് കണ്ടത് കൊണ്ട് തന്നെ they did not prevent the attacks of Italy, Germany and Japan. Okay, being a socialist country, USSR being a socialist country as their chief enemy, അവരുടെ ചീഫ് എനിമി ആയിട്ട് അവർ കണ്ടത്, ഈ ബ്രിട്ടനും ഫ്രാൻസും കണ്ടത് ആരെയാണ്, സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള USSRനെയാണ്. സോ അവരോട് സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു ആരോട്, ഈ ഇറ്റലിയോടും ജപ്പാനോടും ജർമ്മനിയോടും സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു നിലപാടിന് പറയുന്ന പേരാണ് എന്ത്, പോളിസി ഓഫ് അപ്പീസ്മെന്റ്, ഒരു പ്രീണന നയം. എന്താ പേര്, പോളിസി ഓഫ് അപ്പീസ്മെന്റ്. വാട്ട് ഈസ് പോളിസി ഓഫ് അപ്പീസ്മെന്റ്? വെൻ ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ അറ്റാക്ക്ഡ് അതർ നാഷൻസ്, capitalist countries like Britain, France did not prevent the attacks of these countries. They considered USSR being a socialist country their chief enemy. This policy which encouraged fascist attacks, ഫാസിസത്തിൻ്റെ അറ്റാക്സ് അല്ലേ, ഫാസിസ്റ്റ് അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എൻകറേജ് ചെയ്തിട്ടുള്ള ആ ഒരു പോളിസിക്ക് പറയുന്ന പേരാണ് പോളിസി ഓഫ് അപ്പീസ്മെന്റ്. ഓക്കെ,
ഇതൊക്കെ ഇന്ന് തന്നെ പഠിക്കണേ. വാട്ട് ഈസ് പോളിസി ഓഫ് അപ്പീസ്മെന്റ്. അപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ തന്നെ സ്വീകരിച്ചിട്ടിരിക്കുന്ന ഇനി നോക്കാം നമ്മൾ അതിൻ്റെ വാറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് പറയുന്നത്. ശ്രദ്ധിക്കണം. ഓൺ 1st September 1939 ജർമ്മനി അറ്റാക്ക്ഡ് പോളണ്ട്. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. അങ്ങനെ അലൈഡ് പവേഴ്സിൽ പെട്ടിട്ടുള്ള മറ്റ് കൺട്രീസ് ജർമ്മനി അൾട്ടിമേറ്റഡ് ശ്രദ്ധിക്കണം Germany attacked Poland. This prompted the Allied nations to declare war against Germany. Allied nations പെട്ടിട്ടുള്ള രാജ്യങ്ങൾ ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് എന്ത് ചെയ്യേണ്ടത്, ഡിസ്കസ് ചെയ്യേണ്ടത്. ചോട്ടിലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ഗിവൺ ബിലോ എ സം ഓഫ് ദ ഔട്ട്കംസ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഡിസ്കസ് ഹൗ ദേ റിസൾട്ടഡ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. ഒന്നാം എന്താണ് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള കുറേ കാര്യങ്ങൾ അവിടെ തന്നിരിക്കുന്നു, ഔട്ട്കം തന്നിരിക്കുന്നു. അതെങ്ങനെയാണ് സെക്കൻഡ് വേൾഡ് വാറിലേക്ക് ലെഡ് ചെയ്തതെന്ന് പറയുന്നത്. ദ ട്രീറ്റി ഓഫ് വേഴ്സൈ. ട്രീറ്റി ഓഫ് വേഴ്സൈയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതിൽ എന്താണ് അവരുടെ വിന്നിങ് അലയൻസിൽ പെട്ടുള്ള രാജ്യങ്ങൾ നാഷൻസ് ഡിഫീറ്റഡ് നാഷൻസിൻ്റെ അവരുടെ എന്തല്ലോ ആ ഒരു കോളനീസിനെ എന്ത് ചെയ്തു, പാർട്ടീഷൻ ചെയ്തെടുത്തു. സോ ഇറ്റലിക്കോ പിന്നെ അതേപോലെ തന്നെ ഇറ്റലിക്കോ ജർമ്മനിക്കോ കോളനികൾ പിന്നീട് ഉണ്ടാവാതിരുന്നത് മെയിൻ റീസൺ ആണ്. ദെൻ ഫോർമേഷൻ ഓഫ് ദ ലീഗ് ഓഫ് നേഷൻസ്. ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽഡ് ടു സ്റ്റാൾ ദ അറ്റാക്സ് ഓഫ് ദ ആക്സിസ് പവേഴ്സ്. ആക്സിസ് പവേഴ്സിന്റെ ആക്രമണങ്ങളെ തടയാൻ കഴിയാതിരുന്നത്. ദെൻ എമർജൻസ് ഓഫ് ഫാസിസം ആൻഡ് നാസിസം. ഫാസിസത്തിന്റെയും നാസിസത്തിന്റെയും എമർജൻസി. ഇത്ര എന്താണ് ഫോറിൻ പോളിസി, എന്താണ് ഫോറിൻ അഗ്രസീവ് ഫോറിൻ പോളിസി ഓഫ് അഡോൾഫ് ഹിറ്റ്ലർ ആൻഡ് മുസോളിനി അല്ലെ വേർ ലെഡ് അനദർ വാർ. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഈ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, ഇഫക്ട്സ് ഓഫ് ദ വാർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇന്ന് നന്നായിട്ട് പഠിക്കുക. ഓക്കെ.